എന്താണ് പറയുക, പ്രോബ്ലം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ കപ്പാസിറ്റൻസ് തന്നിട്ടുണ്ട്, ഇൻഡക്റ്റൻസ് തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, എല്ലാം സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്താണ് 100 വോൾട്ട് 50 ഹെർട്സിന് അക്രോസ് ആണ്. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ കപ്പാസിറ്റൻസ് 4 മൈക്രോ ഫാരഡാണ്. 4 × 10⁻⁻6 ഫാരഡ്. വോൾട്ടേജ് എന്ന് പറയുന്നത് വോൾട്ടേജ് എന്ന് പറയുന്നത് 100 വോൾട്ടാണ്. ഫ്രീക്വൻസി തന്നിട്ടുള്ളത് 50 ഹെർട്സ് ആണ്. പിന്നെ ഇൻഡക്റ്റൻസ് 4.7 ഹെൻറിയാണ്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 + 20 ആണ്. ഒരു നോൺ ഇൻഡക്റ്റീവ് റെസിസ്റ്റൻസും കൂടി ഉണ്ട്, 120 ഓം ആണ്. അപ്പോൾ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2πf × L ആണ്. അപ്പോൾ 2 × 3.14 × 50 × 4.7 ആണ്. 1477 ഓം ആണ്. 4.7 ഹെൻറി ഉള്ളതുകൊണ്ടാണ്. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് 1/2πfc ആണ്. അപ്പോൾ 1/2 × 2 × 3.14 × 50 × 4 × 10⁻⁻6 746 ഓം ആണ്. റിയാക്റ്റൻസ് എന്ന് പറയുന്നത് XL - XC ആണ്. 1477 769 കുറച്ചാൽ 861. XL കൂടുതലായതുകൊണ്ട്, ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കൂടുതലായതുകൊണ്ട് സർക്യൂട്ട് ഇൻഡക്റ്റീവ് ആണ്. Z ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ പറ്റൂലല്ലോ അല്ലേ, നമുക്ക് തന്നിട്ടില്ല. √R² + X² ആണ്. 6 എന്ന് പറഞ്ഞാൽ 120 681 സ്ക്വയർ റൂട്ടും കൂടി കാണുമ്പോൾ 691.3 ആണ്. പവർ ഫാക്ടർ എന്ന് പറയുന്നത് cos φ എന്ന് പറഞ്ഞാൽ R/Z ആണ്. R എന്ന് പറഞ്ഞാൽ 120, Z കണ്ടുപിടിച്ചത് 691.3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0.1736 ആണ് കിട്ടുക. അപ്പോൾ നമുക്ക് വേണ്ടത് ആംഗിൾ ആണ്, cos φ അല്ല, ഫേസ് ഡിഫറൻസ് ആണ്. അതെന്ന് പറഞ്ഞാൽ cos ഇൻവേഴ്സ് 1. കോസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 0.1736 ആണ്. അതിൻ്റെ കോസ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് 80 ഡിഗ്രിയാണ്. പക്ഷെ നമുക്ക് വേണ്ടത് കാൽക്കുലേറ്റ് ദ ടൈം ഇൻ്റർവെൽ ബിറ്റ്വീൻ പോസിറ്റീവ് പീക്ക് ഓഫ് ദി സപ്ലൈ, ഇതാണ് പോസിറ്റീവ് പീക്ക് ഓഫ് ദി സപ്ലൈ, ആൻഡ് നെക്സ്റ്റ് പീക്ക് വാല്യൂ ഓഫ് ദി പവർ ആണ് വേണ്ടത്. അപ്പം അങ്ങനെ കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഫിഗർ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, ആ വേവ് ഫോം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ഇതാണ് കാണാൻ കഴിയുന്നത്. ആദ്യം നമുക്ക് ഈ ഫേസ് കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള, ഇതാണ് വോൾട്ടേജ് കാണിച്ചിട്ടുണ്ട്, കറണ്ടും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 40 ഡിഗ്രിയാണ് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ബിറ്റ്വീൻ ദ പീക്ക് വാല്യൂ ഓഫ് സപ്ലൈ, അതായത് ബി എന്ന് പറയുന്ന പോയിന്റ്, ബിയിലുണ്ടാവുന്ന വോൾട്ടേജ്, ആൻഡ് ദി പവർ സൈക്കിൾ, ഇതും തമ്മിൽ, അതായത് ബിയും സിയും തമ്മിലുള്ള ആംഗിൾ എത്ര, നിങ്ങൾക്ക് അതറിയാം. ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് 80 ഡിഗ്രിയാണ്. ഇനി നമുക്ക് വേണ്ടത് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ബിറ്റ്വീൻ പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് ആൻഡ് പവർ ആണ്. അപ്പോൾ അതിന് ABCD എന്ന് എഴുതിയിട്ടുണ്ട്. ആദ്യമായിട്ട് നമുക്ക് BC കാണുകയാണെങ്കിൽ BC എന്ന് പറഞ്ഞാൽ 5/2 ആണ് വരിക.
അതായത് ഈ രണ്ട് ആംഗിളിൻ്റെയും പകുതിയാണ് വരിക. എ ബി എന്ന് പറഞ്ഞാൽ ബി സി ആണ് ആദ്യം പറഞ്ഞത്. എ ബി എന്ന് പറഞ്ഞാൽ 90-ൽ നിന്ന്, അതായത് ഇതുവരെ 90 വരിക. 90-ൽ നിന്ന് 5 മൈനസ് ചെയ്യുക. അപ്പോൾ എ ഡി എന്ന് പറഞ്ഞാൽ 180-ൽ നിന്ന്, കാരണം 180 എവിടുന്നാണ് വരുന്നത്? 180 വരുന്നത് ഇവിടം മുതൽ ഇവിടം വരെ. ഇവിടം വരെയാണ് 180. അതാണ് 180-ൽ നിന്ന് എന്ത് കുറയ്ക്കുകയെന്ന് എഴുതിയിരിക്കണത്? 5 കുറയ്ക്കുക. അപ്പോൾ എ ഡി കിട്ടും. ഈ 5 എന്ന് പറഞ്ഞാൽ ഈ 5. ഇനി നമുക്ക് വേണ്ടത് എ സി. എ സി എന്ന് പറയുന്നത് അത് സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആയി. എ സി എന്ന് പറഞ്ഞാൽ 90 മൈനസ് 5/2. അതായത് 90 എന്ന് പറയുന്നതിൽ നിന്ന് എന്ത് കുറയ്ക്കുന്നു? 5 കുറയ്ക്കുന്നു. അപ്പോൾ ബി സി എന്ന് പറഞ്ഞാൽ എ സി മൈനസ് എ ബി ആണ്. അപ്പോൾ 90 മൈനസ് 5/2-ൽ നിന്ന് 90 മൈനസ് 5 കുറക്കുന്നു. 90-ഉം 90-ഉം 90-ന്ന് മൈനസ് 90 പോയാൽ പോയി. മൈനസ് 5/2-ൽ നിന്ന് പ്ലസ് 5/2 പോകുമ്പോൾ ഹാഫായി മാറും. ദാറ്റ് ഈസ് ആംഗുലർ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 180/2 ആണ്. ദാറ്റ് ഈസ് 40 ഡിഗ്രിയാണ്. Since the full cycle is 360, corresponding time interval 1.5 സെക്കൻഡ് ആണെങ്കിൽ 40 ഇൻ്റർവെല്ലിന് വേണ്ട ടൈമായി കണക്കാക്കാൻ 40/50 ഇൻറ്റു 360 ചെയ്താൽ 2.22 മില്ലി സെക്കൻഡ് കിട്ടും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.